രാഹുലിലേക്ക് പോകാം. രാഹുലിനൊപ്പം ആൽവിന്റെ ഒരു അയൽവാസി ചേരുന്നുണ്ട്. രാഹുൽ പറയൂ. സന്ധ്യ, ആൽവിൻ്റെ മൃതദേഹം ഈ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. രാവിലെ 7:30 അപകടം സംഭവിക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ടായത്. പക്ഷേ 11:30 ആൽവിൻ മരണപ്പെട്ടത്. അത്യന്തം ദുഃഖകരമായ അപകടം. ഈ സംഭവം അറിഞ്ഞ് ആൽവിൻ്റെ അയൽവാസികൾ, കുറച്ച് ബന്ധുക്കളൊക്കെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ചേട്ടാ, ഈ ആൽവിന് ഇത്രയും ദുഃഖകരമായൊരു അപകടമാണ്. ഈ വീഡിയോഗ്രാഫിക്കൊക്കെ പോകുന്ന ആളാണോ? ഇന്ന് രാവിലെയാണ് 7:30 സംഭവം അറിയുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ നാട്ടിൽ അറിയിച്ചത്. അങ്ങനെയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയത്. ഏകദേശം 11:30 ഡെത്ത് കൺഫേം ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ മൂപ്പർ ഒരു 2 വർഷം മുമ്പ് ഒരു കിഡ്നീൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഇപ്പോൾ അടുത്ത് വിദേശത്ത് ചെറിയൊരു ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ്. ഒരു താൽക്കാലികമായിട്ട്. അപ്പോൾ ഈ ആരോഗ്യസ്ഥിതി വെച്ച് വേറെ ജോലി ചെയ്യാനാവില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിപ്പോൾ നോക്കിയോ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിനിടയിൽ കോഴിക്കോട് ഈ വീഡിയോ പ്രൊമോഷൻ, അതായത് ഈ കമ്പനികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ തയ്യാറ്. അപ്പോൾ അതിന് വേണ്ടി ആ സമയത്താണ് കോഴിക്കോടുള്ളൊരു കമ്പനി അത് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആൽവിൻ്റെ സുഹൃത്തുക്കളല്ല റീൽസ് എടുക്കുന്നത് അല്ലേ? അല്ലല്ല, ഇതൊരു കമ്പനീൻ്റെ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ആ കമ്പനീൻ്റെ ആൾക്കാർ തന്നെയാണ് ഇത് വണ്ടി തട്ടുകയും ചെയ്യുന്നത്. അത് കൂടുതലൊന്നും ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിലല്ല. ഒരു ഒറ്റ മകനാണ്. ഈ ഒരു പ്രയാസം ഉണ്ട്. ഒറ്റ മകനാണോ? ഒറ്റ മകനാണ്. ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. ബാക്കി കൂടുതൽ നമുക്ക് പിന്നീട് പറയാം. വീട്ടിലാണുള്ളത്? ആ വീട്ടിൽ ഇപ്പോൾ ശരി. പറഞ്ഞതുപോലെയാണ് അയൽവാസിയുടെ പ്രതികരണമാണ് കേട്ടത്. ആൽവിൻ ഒറ്റ മകനാണ്. വിദേശത്തായിരുന്നു. കുറച്ച് നാൾ മുൻപാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നാട്ടിലേക്ക് വന്നത്. പിന്നീടൊരു വീഡിയോ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് വിധത്തിൽ ഈ വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടി പോയതെന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മോർച്ചറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം ആൽവിൻ്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇനി കടമേരിയിലേക്ക് കൊണ്ടുപോകുക. ബീച്ചാശുപത്രിയിലാണ്. സദ്യ ഒരു തിരുത്തലുണ്ട്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്കാണ് ആൽവിൻ്റെ മൃതദേഹം കൊണ്ടുപോകുക എന്നതാണ്. അവിടെ പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. വടകര കടമേരി സ്വദേശിയാണ്. വീട്ടിലെ ഒറ്റ മകനാണ്. 20 വയസ്സുകാരനാണ്. വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ചിത്രീകരണ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. അതിൻ്റെ